നിങ്ങളിതറിയാതെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വെള്ളം സൂക്ഷിക്കുന്നതും അത് ഉപയോഗിക്കുന്നതും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് നമ്മളിൽ ചിലർക്കെങ്കിലും അറിയാം. പക്ഷേ ഇറ്റലിയിൽ നടത്തിയ ഒരു കാർഡിയോവാസ്കുലർ സർജൻസും അതുപോലെ ന്യൂറോ സർജൻസും നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്താൻ പറ്റിയത് നമ്മുടെയൊക്കെ കഴുത്തിൽ നിന്നും ബ്രെയിനിലേക്ക് പോകുന്ന ഒരു പ്രധാന രക്തക്കുഴലിൽ ക്ലോട്ടിംഗ് ഉള്ള ചില പേഷ്യൻസിൽ നടത്തിയ പഠനത്തിൽ ആ ക്ലോട്ടിംഗ് എടുത്ത് അനലൈസ് ചെയ്തപ്പോൾ അതിൽ കണ്ടെത്താൻ പറ്റിയത് മൈക്രോ പ്ലാസ്റ്റിക്സിൻ്റെ കണ്ടൻസ് വളരെ കൂടുതലായിട്ടാണ്. ഇതിൽ നിന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹാർട്ട് അറ്റാക്കിനും ബ്ലോക്കിനും കാരണം കൊഴുപ്പും കാൽസ്യം ഡെപ്പോസിറ്റും മാത്രമല്ല മൈക്രോ പ്ലാസ്റ്റിക്സിനും ഒരു കാരണം ആണ് എന്നുള്ളതാണ്. അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. നമ്മളൊക്കെ വെള്ളം കുടിക്കുന്ന സമയത്ത്, വെള്ളം സ്റ്റോർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അടിയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ഷേപ്പും അതിനുള്ളിൽ ഒരു നമ്പറും എഴുതിയിട്ടുണ്ടാവും. അത് പ്രധാനമായിട്ടും 1 മുതൽ 7 വരെയുള്ള സംഖ്യകളായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. അതിൽ ഓരോന്നും എന്താണെന്നും നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഏതാണെന്നാണ് നമുക്ക് നോക്കാം. അതിൽ ആ 1 എന്ന് എഴുതിയിരിക്കുന്ന മെറ്റീരിയൽ PET അല്ലെങ്കിൽ PETE എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലാണ്. അതിൻ്റെ പോളി അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ പേര്, അത് പോട്ടെ. അപ്പോൾ അത് പ്രധാനമായിട്ടും ഇറക്കുന്നത് വൺ ടൈം യൂസിന് ഡിസ്പോസിബിൾ ബോട്ടിൽസും അതുപോലെ ഡിസ്പോസിബിൾ പാത്രങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ കാണുന്ന നമ്പർ ഉണ്ടാവുക. അത് നമ്മൾ കുപ്പി വെള്ളത്തിനാണെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെയാണ് ഈ സാധനം കണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഒരു തവണ യൂസ് ചെയ്യുക, കളയുക എന്നത് മാത്രമാണ് അതിൻ്റെ പർപ്പസ്. അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല. 2 എന്ന് എഴുതി ആ ട്രയാങ്കിളിൽ 2 എന്ന് എഴുതിയിരിക്കുന്ന സിമ്പിൾ HDPE എന്ന് പറയുന്ന മെറ്റീരിയലാണ്. താരതമ്യേന പാൽക്കുപ്പികളിലും അതുപോലെ ഫുഡ് കണ്ടെയ്നർ അങ്ങനെയുള്ള സാധനങ്ങളിലാണ്, വലിയ സ്റ്റോറേജ് ടാങ്കുകളിലൊക്കെയാണ് പ്രധാനമായിട്ടും ഈ HDPE 2 എന്ന് എഴുതിയ മോഡൽ ഉണ്ടാവുക. ഇത് താരതമ്യേന വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഭക്ഷണം കൊണ്ടുപോകാനും വെള്ളം കൊണ്ടുപോകാനും ഇത് നല്ലൊരു ചോയ്സാണ്. ഇനി 3 PVC എന്ന് എഴുതിയിരിക്കുന്നത് PVC ആണ് അത് പോയിൻ്റ് ചെയ്യുന്നത്. തുടരെയുള്ള ഉപയോഗത്തിനും അതുപോലെ സ്റ്റോറേജിനും ഫുഡ് പോലെ അല്ലെങ്കിൽ വെള്ളം കൊണ്ടുപോകാനുള്ള അത് സുരക്ഷിതമല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി 4 LDPE എന്നാണ് ആ മെറ്റീരിയലിൻ്റെ പേര്. അത് പൊതുവേ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ആണ്. ഫുഡിനാണെങ്കിലും ഭക്ഷണത്തിനാണെങ്കിലും സ്റ്റോറേജിന് നല്ലൊരു ചോയ്സാണ്. അത് ആരോഗ്യത്തിന് വലിയ ദോഷം ചെയ്യില്ല. ഇനി 5 അത് പോളിപ്രോപ്പലൈൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. ഫുഡിനാണെങ്കിലും വെള്ളമാണെങ്കിലും വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ്. ഇത് നല്ലൊരു ചോയ്സാണ്. ഇനി 6 പോളിസ്റ്ററിൻ എന്നാണ് ആ മെറ്റീരിയലിൻ്റെ പേര്. അത് ഒരു ഡിസ്പോസിബിൾ കപ്പിനോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ പ്ലേറ്റിലൊക്കെയാണ് ഈ മെറ്റീരിയൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അത് തുടരെയുള്ള ഉപയോഗത്തിന് സേഫ് അല്ല. ഇനി 7 എന്നൊരു കാറ്റഗറിയിൽ വരുന്നത് അതേഴ്സ് എന്നാണ്. അതിൽ പലതരം മെറ്റീരിയൽസ്, 1ൽ കൂടുതൽ മെറ്റീരിയൽസ് അതിൽ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഏതാണ് യൂസ് ചെയ്തതെന്ന് അറിയാതെ നമുക്കൊരിക്കലും ഇത് സേഫ് ആണെന്ന് പറയാൻ കഴിയില്ല. ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ട്രയാങ്കിളിനകത്ത് 2, 4, 5 ഈ 3 നമ്പേഴ്സ് ഉള്ളതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോയ്സാണ്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇത് ഏതാണ് മെറ്റീരിയൽ എന്ന റെസിൻ ഐഡൻറ്റിഫിക്കേഷൻ കോഡ് മാത്രമാണ്. അല്ലാതെ ഇതൊരു സേഫ്റ്റി മെഷറായിട്ട് ഒരിക്കലും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിന് പകരം വില ഇത്തിരി കൂടിയാലും SS 304 ഗ്രേഡിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും സേഫ്. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്